ഒരു 6 മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു സംഭവം നടന്നു. മറ്റൊന്നുമല്ല, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ അനിഷേധ്യ നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു. പക്ഷെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ടല്ല പത്മജ വേണുഗോപാലിന്റെ പ്രവൃത്തികൾക്ക് വാർത്താ പ്രാധാന്യം കൈവന്നത്. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് അവർ പുതുതായി അംഗത്വം എടുത്തത് കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവും രാജ്യത്തെ ഭരണപക്ഷ പാർട്ടിയുമായ BJP-യിലാണ്. സ്വാഭാവികമായും കോൺഗ്രസ് സംഘടനയെ മുഴുവൻ ഉലച്ച ഒരു വിഷയമായിരുന്നു അത്. അതിനും കുറച്ചുനാൾ മുൻപ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ കോൺഗ്രസ് നേതാവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും രാജ്യത്തെ മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയിരുന്നു. ആ സംഭവം വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒന്നായിരുന്നു. ഏതു രീതിയിലാണ് ആ സംഭവത്തെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് എന്നറിയാതെ AK ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ വിഷമിച്ചിരുന്നു. രാജ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി ജനങ്ങൾക്ക് മുന്നിൽ, അതായത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അനിൽ ആന്റണിയുടെ കൂടുമാറ്റം എത്തിച്ചത്. അതുകഴിഞ്ഞ് ആ സംഭവം പതുക്കെ എല്ലാവരും മറന്നു വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJP-യിലേക്ക് പോയത്. സഹോദരൻ K മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവം എന്നുകൂടി ഓർക്കണം. കാരണം അതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തു. തികച്ചും സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയം നേടാൻ ഒരുങ്ങി നിന്ന മുരളീധരന് പത്മജയുടെ പ്രവൃത്തി മൂലം ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പകരം മത്സരിച്ച മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടിയും വന്നു. എന്നാൽ അതുമാത്രമല്ല പ്രധാന വിഷയം. മുരളീധരൻ തോൽവി ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ വിജയിച്ചത് BJP ആയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി BJP-ക്ക് ഒരു ലോക്സഭാ മെമ്പർ ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ നാടകീയമായ സംഭവങ്ങളാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതോടെ കേരളത്തിൽ സംഭവിച്ചത്. പത്മജ BJP-യിലേക്ക് പോവുകയും തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളിലും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി അവർ രംഗത്ത് വരികയും ചെയ്തു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്മജ പല പ്രാവശ്യം രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോഴും അവർ തൻ്റെ അഭിപ്രായവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന ചില വിവരങ്ങൾ പരിശോധിച്ചാൽ പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലെ നിലനിൽപ്പ് പ്രശ്നത്തിലാണെന്ന സൂചനകളാണ് വരുന്നത്. BJP-യിലേക്ക് എത്തിയിട്ട് 6 മാസത്തോളമായി എങ്കിലും യാതൊരുവിധ ചുമതലകളും ഇതുവരെ പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചിട്ടില്ല. പറഞ്ഞു കേട്ട പല സ്ഥാനമാനങ്ങളും പത്മജയ്ക്ക് ലഭിച്ചിട്ടുമില്ല. പത്മജ വേണുഗോപാൽ BJP-യിൽ എത്തിയതിനു പിന്നാലെ ഉയർന്നു കേട്ട ഒരു കാര്യമാണ് പത്മജയെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ഗവർണർ ആക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന് പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ ആയേക്കുമെന്ന വാർത്തകൾ BJP പ്രവർത്തകർ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. കാരണം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് വന്ന പത്മജയെ BJP കാര്യമായി ഗൗനിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രചരണത്തിന് BJP അനുഭാവികൾക്കിടയിൽ കൂടുതൽ പ്രചാരം ലഭിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് BJP നേതൃത്വം അനൗദ്യോഗികമായി പറഞ്ഞിരുന്നത്. കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിൽ വരുമെന്ന വിശ്വാസം അന്ന് BJP നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം മന്ത്രിസഭാ രൂപീകരണം നടന്ന് അതിന് പിന്നാലെ പത്മജയ്ക്ക് ഗവർണർ പദവി കൂടി നൽകുമ്പോൾ കേരളത്തിൽ BJP-യിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു തുടങ്ങും എന്ന് തന്നെ എല്ലാവരും കരുതി. അനിൽ ആന്റണി BJP-യിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പ്രചരണം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. കേരളത്തെ സംബന്ധിച്ച് AK ആന്റണി എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം K കരുണാകരൻ എന്ന വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് വരികയാണെങ്കിൽ അതിനപ്പുറം മറ്റൊരു നേട്ടം തങ്ങൾക്ക് ലഭിക്കാനില്ല എന്ന് തന്നെ BJP പ്രവർത്തകർ കരുതിയിരുന്നു. താൻ ഛത്തീസ്ഗഡ് ഗവർണറായി മാറുമെന്ന് പത്മജയും വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നതാകും ശരി. ഇതിനെപ്പറ്റി ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ഛത്തീസ്ഗഡ് ഗവർണറായി പരിഗണിക്കുന്ന വിവരം
പല തലങ്ങളിൽ നിന്നും കേട്ടുവെന്നും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും പത്മജ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ബി.ജെ.പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെന്നും പത്മജ മാതൃഭൂമി ന്യൂസിനോട് അന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്ത്, അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ്, ബിശ്വഭൂഷൺ ഹരിചന്ദനായിരുന്നു ഛത്തീസ്ഗഡ് ഗവർണർ. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കവെയാണ് ഈ സംസാരങ്ങൾ കടന്നു വന്നത്. എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതല്ലാതെ അത് സംബന്ധിച്ച് യാതൊരു നീക്കങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷേ കേരളത്തിലെ ബി.ജെ.പി അണികൾ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. 2024 ജൂലൈ 31 പുതിയ ഛത്തീസ്ഗഡ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ അത് പത്മജ അല്ലായിരുന്നു. അസമിലെ പ്രമുഖ ബി.ജെ.പി രാഷ്ട്രീയ നേതാവായ രമൺ ദേഖയാണ് പുതിയ ഗവർണറായി നിയമിതനായത്. അങ്ങനെ ഗവർണർ സ്ഥാനം മോഹിച്ച് ബി.ജെ.പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ കേരളത്തിലെ വെറും ബി.ജെ.പി നേതാവായി മാത്രം തുടർന്നു. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ പത്മജയുടെ പ്രാധാന്യം എന്താണ്? രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും പത്മജയെ സംബന്ധിച്ച് പറയാനില്ലെങ്കിലും മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവുമായിരുന്ന കെ കരുണാകരൻ്റെ മകളാണ് അവർ. ഇന്നും കോൺഗ്രസിൽ സജീവമായി തുടരുന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കെ മുരളീധരൻ്റെ സഹോദരി കൂടിയാണ് പത്മജ. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും അവർ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നു എന്ന് പറയുന്ന കാലയളവിൽ ഉണ്ടായിട്ടില്ല. 2004 പത്മജ വേണുഗോപാൽ ആദ്യമായി ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അന്നത്തെ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അവർ മത്സരിച്ചു, തോറ്റു. പിന്നീട് 2016 2021 തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അവർ ജനവിധി തേടി. അപ്പോഴും തോൽവിയായിരുന്നു ഫലം. കെ കരുണാകരൻ്റെ മകളാണ്, കെ മുരളീധരൻ്റെ സഹോദരിയാണ് എന്ന പ്രത്യേകതകളൊന്നും അവരെ തുണച്ചില്ല. 2021 മുതൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുമായും തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായും കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു പത്മജ. ഈ അഭിപ്രായ വ്യത്യാസം അവരെക്കൊണ്ട് എത്തിച്ചത് ഒടുവിൽ ബി.ജെ.പിയിലാണ്. എന്നാൽ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ കോൺഗ്രസിൽ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കഷ്ടമാണ് ബി.ജെ.പിയിൽ പത്മജ വേണുഗോപാലിൻ്റെ നില എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ബി.ജെ.പിയിൽ ചേർന്നിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് പത്മജയ്ക്ക് പദവികൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം പലർക്കും ഉണ്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പത്മജയ്ക്ക് കോൺഗ്രസ് 3 പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകി എന്നുള്ളതാണ്. അതും ഒരു തവണ ലോക്സഭയിലും. എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പുകളിൽ പത്മജ തോറ്റു എന്നുള്ളത് ഇവർ മത്സരിച്ച സ്ഥലത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മാത്രമേ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ജനങ്ങൾ കൃത്യമായ ഉത്തരവും പറഞ്ഞു തരും. പൊതുജനങ്ങളുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എതിരാളികൾ എത്ര കളി കളിച്ചാലും അവർ ഒരിക്കലും തോൽക്കുമായിരുന്നില്ല. 2004 KPCC അംഗം, 2018 KPCC ജനറൽ സെക്രട്ടറി, 2019 മുതൽ 2021 വരെ തൃശൂർ DCC അധ്യക്ഷൻ്റെ ചുമതല, 2020 KPCC വൈസ് പ്രസിഡന്റ്, 2021 KPCC നിർവാഹക സമിതി അംഗം, 2023 AICC അംഗം, 2024 KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നിവയൊക്കെ പത്മജയ്ക്ക് കോൺഗ്രസിൽ നിന്നപ്പോൾ ലഭിച്ച പദവികളാണ്. ഇതൊന്നും കൂടാതെ INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കമ്മിറ്റി അംഗം, പ്രിയദർശിനി ആൻഡ് രാജീവ് ഗാന്ധി സ്റ്റഡി സെൻറ്റർ ഭാരവാഹി, ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഭാരവാഹി എന്നീ പദവികളും അവർക്ക് ലഭിച്ചിരുന്നു. നിലവിൽ ചോദ്യം ഇതാണ്: ഇപ്പോൾ എന്ത് പദവിയിലാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിക്കുള്ളിൽ നിൽക്കുന്നത്? എടുത്തു പറയാൻ ഏതെങ്കിലും ഒരു പദവി, രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലാണല്ലോ അവർ ഇപ്പോൾ നിൽക്കുന്നത്, അങ്ങനെ എടുത്തു പറയാൻ തക്ക എന്തെങ്കിലും പദവി പത്മജ വേണുഗോപാലിന് ബി.ജെ.പി നൽകിയിട്ടുണ്ടോ? കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരുപക്ഷെ അണികൾക്കുണ്ടെങ്കിലും പത്മജയ്ക്കിപ്പോൾ ആ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് സത്യം. പത്മജ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ കടിച്ചു തൂങ്ങിയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിക്കാതിരിക്കാനുള്ള സകല അടവുകളും പത്മജ ഈ വിഷയം മുന്നോട്ട് വച്ച് ശ്രമിച്ചിരുന്നു. എന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. പത്മജയുടെ വാക്കുകൾക്ക് വിലയില്ലാതായി എന്ന് കാലം തെളിയിച്ച സമയമാണിത്.
ഇനിയുള്ള പ്രതീക്ഷ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പാർട്ടി BJP ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പത്മജയ്ക്ക് സീറ്റ് ലഭിച്ചേക്കും. എന്നാൽ അത് തൃശൂർ ആവില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം അത് നേരത്തെ ബുക്ക്ഡായി കഴിഞ്ഞു. കെ. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തൃശൂർ സീറ്റിനു വേണ്ടി രംഗത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് സുരേഷ് ഗോപി മാത്രം ഒഴിവാകും. ഇനി തൃശൂരല്ല മറ്റേതു മണ്ഡലമായാലും BJP സ്ഥാനാർത്ഥിയായി പത്മജയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷയുമില്ല. ഇക്കാര്യങ്ങളൊക്കെ ആരെക്കാളും കൂടുതൽ നന്നായി പത്മജയ്ക്ക് അറിയുകയും ചെയ്യാം. ജനങ്ങളെ അഭിമുഖീകരിക്കാതെ, അതായത് മത്സരിക്കാതെ ലഭിക്കുന്ന പദവിയിലാണ് പത്മജയുടെ പ്രതീക്ഷ. അതായത് ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും. എന്നാൽ അതൊക്കെ വെറും പ്രതീക്ഷകൾ മാത്രമാണ്. പത്മജയ്ക്ക് മുന്നേ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന അനിൽ ആന്റണിയുടെ വള്ളം ഇപ്പോഴും കരയ്ക്കടുത്തിട്ടില്ല. ഇതെല്ലാം കണക്കിലെടുത്തു തന്നെയാണ് തൻ്റെ അതൃപ്തി പത്മജ ഇപ്പോൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നതും. BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് മികച്ച പദവി നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുമ്പോൾ അതിനും ഒരുപാട് നാൾ മുൻപ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന പത്മജ വേണുഗോപാൽ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്.